ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷനാണ്. ഞാനിപ്പോൾ നിങ്ങളെ ഒരു മിഷ്യൻ്റെ ഇത് കാണിക്കാം, ഒരു മിഷ്യൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ. ആ വീഡിയോയിൽ കാണുന്നത് അതൊരു ജുക്കി മിഷൻ എന്നുള്ള രീതിയിലാണ് അതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ജുക്കിയുടെ ടേബിള്, ജുക്കിയുടെ ഹെഡ്, ജുക്കിയുടെ സ്റ്റാൻഡ്, അതായത് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ, അതായത് മിഷനെ കുറിച്ച് കൂടുതൽ അറിയാത്തവർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ജുക്കി മിഷൻ എന്നുള്ള രീതിയിലാണ് കാണുള്ളൂ. പക്ഷേ ഒരു കാരണവശാലും നിങ്ങളാരും ഇങ്ങനെയുള്ള മെഷീനിൽ ചെന്ന് പെടരുത്. ഇത് ജുക്കി മെഷീൻ അല്ല. ഇത് റീപെയിൻറ്റ് ചെയ്ത് ഇതിൽ പേരെല്ലാം കൊടുത്തിരിക്കുന്നത്, അതായത് ടേബിൾ ജുക്കിയുടെ അല്ല, ആ മെഷീൻ്റെ ഹെഡ് ജുക്കിയുടെ അല്ല, സ്റ്റാൻഡ് ജുക്കിയുടെ അല്ല, അതിൽ വെച്ചിരിക്കുന്ന മോട്ടർ ജുക്കിയുടെ അല്ല, ഒരു വസ്തുവും ജുക്കിയുടെ അല്ല. നിങ്ങളാരും ഇതിലൊന്നും ചെന്ന് പെടരുത്. ജുക്കിക്ക് ഇങ്ങനെ ഒരു മോഡൽ മെഷീനേ ഇല്ല. ജുക്കിയുടെ മെഷീനിൽ മോഡൽ നമ്പറുകളുണ്ട്, എല്ലാ ബ്രാൻഡിനും ഉണ്ട്. ജാക്കിനായാലും മോഡൽ നമ്പറുകളുണ്ട്. മോഡൽ നമ്പർ റിബേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും മെഷീനിൽ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ജുക്കിയുടെ ബാക്കിൽ എൻഗ്രേവിങ് ഉണ്ട്, ജുക്കി എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇത് സ്ക്രാപ്പ് മെഷീൻസൊക്കെ ഇമ്പോർട്ട് ചെയ്ത് അതിനെ റീപെയിൻറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. ഈ കാണുന്നത് ജുക്കി മെഷീനേ അല്ല, ജുക്കി മെഷീൻ എന്നല്ല, ജുക്കിയുടെ ഒരു വസ്തുവും ഇതിലില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള മെഷീൻസൊന്നും ആരും ചെന്ന് വാങ്ങിക്കരുത്. വില കുറവ് കാണുമ്പോഴോ, ഇപ്പോൾ ഡൽഹിയിലും അവിടെയും തിരുപ്പൂരൊക്കെ ഇങ്ങനെയുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈനിലും മറ്റും ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തുള്ള വിവരങ്ങളും ഓൺലൈൻ വഴി കേരളത്തിലും എത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെഷീൻസിലൊന്നും ആരും ചെന്ന് ചാടരുത്. അതുപോലെ ഇങ്ങനെയുള്ള എന്താ പറയുക, ഈ ജുക്കിയുടെ ബ്രാൻഡ് മാത്രമല്ല കേട്ടോ, എല്ലാ ബ്രാൻഡിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ജുക്കിയുടെ ടേബിൾ ഇങ്ങനെ അല്ല, കാരണം നീളം ഇത്രയേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ഷേപ്പ് അങ്ങനെയല്ല, പ്യുവർ വൈറ്റ് ആയിരിക്കും. മെഷീൻ്റെ ഹെഡിൻ്റെ ഷേപ്പ് വളരെ വ്യത്യാസമുണ്ട്, ഇങ്ങനെയല്ല വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ജുക്കി, ജാക്ക്, സിംഗർ, സിറുബ എന്ന് പറഞ്ഞ 4-5 ബ്രാൻഡുകളല്ല ഉള്ളത്. ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജുക്കിയുടെ മെഷീൻ കാണിച്ചു തരാം. ഇതൊരു ജുക്കിയുടെ മെഷീനാണ്. ജുക്കിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറൈസ്ഡ് സൂയിങ് മെഷീനാണിത്. ഈ മെഷീൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കുക. സിംഗിൾ നീഡ് ലോക്ക് സ്റ്റിച്ച് മെഷീൻ ജുക്കി വരുന്നത് 99% മെഷീൻ്റെ ബോഡി ഷേപ്പ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ബോഡി ഷേപ്പ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ജുക്കിയുടെ എല്ലാ ഡയറക്റ്റ് ഡ്രൈവ് മെഷീനിലും മോട്ടറിൽ തന്നെയാണ് ഡിസ്പ്ലേ വരുന്നത്, അല്ലാതെ മെഷീൻ്റെ ബോഡിയിലോട്ട് കയറ്റി ഒരു ഡിസ്പ്ലേ വരുന്നില്ല. അത് ജുക്കിയുടെ ജിൻ എന്ന ബ്രാൻഡിലാണ് വരുന്നത്. ജുക്കി മെഷീനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ മെഷീനാണ് ജുക്കിയുടെ ബേസ് മോഡൽ. DDL 8100EB എന്നാണ് ഈ മെഷീൻ്റെ മോഡൽ നമ്പർ. ഈ മെഷീൻ വരുന്നത് ഇപ്പോൾ കണ്ടോ, ഇതിൽ മോട്ടർ പിടിപ്പിച്ചിട്ടില്ല, അതായത് മോട്ടർ ഇല്ലാതെയാണ് ഇതിൽ മെഷീൻ വരിക. ഇതിൻ്റെ മോട്ടർ സെപ്പറേറ്റ് ആണ് വരിക മെഷീൻ്റെ കൂടെ. എന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുമ്പോഴാണ് ഇത് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നൊരു മെയിൻ കാര്യം, ജാക്കിൻ്റെ ടേബിളിൻ്റെ അത്ര നീളം ജുക്കിയുടെ ടേബിളിന് ഉണ്ടാവില്ല, അത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകാനും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പുതിയ മെഷീൻ സെറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ മോട്ടർ പിടിപ്പിക്കുന്നതാണ്, അതായത് പെട്ടി സീല് പൊട്ടിച്ച് മെഷീൻ എടുത്ത് മുകളിൽ വെച്ച് അതിൻ്റെ ഡയറക്റ്റ് ഡ്രൈവ് മോട്ടർ നമ്മൾ പിടിപ്പിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജുക്കിയുടെ ബേസ് മോഡൽ മെഷീൻ്റെ കാര്യമാണ് പറയുന്നത്. ജുക്കിയുടെ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ്റെ അല്ല. അതിൽ DD മോട്ടറെല്ലാം ഫിറ്റായിട്ട് തന്നെയാണ് വരിക. ഇതിൽ മാത്രമാണ് DD മോട്ടർ നമ്മൾ ഫിറ്റ് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ബോബിൻ വൈൻഡർ മെഷീൻ്റെ കൂടെ അല്ല, സെപ്പറേറ്റ് ഒരു ബോബിൻ വൈൻഡറിൻ്റെ ഒരു മെഷീനാണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ ടേബിളിൽ ഒരു ഭാഗത്ത് സ്ക്രൂ ചെയ്ത് വെക്കും. അതിൽ നമുക്ക് സാധാരണ ബോബിൻ വൈൻഡർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ആ ബോബിൻ വൈൻഡർ ഓൾറെഡി നമ്മൾ ആ ടേബിളിലെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ബോബിൻ വൈൻഡർ അവിടെ ഉണ്ട്. അത് നമ്മൾ പിടിപ്പിച്ചിട്ടില്ല, അത് പിടിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ആ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ മാർക്ക് ചെയ്ത് കാണിക്കാം. ഈ കാണുന്നതാണ് ജുക്കി മെഷീൻ്റെ ടാങ്ക്. അത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, വേറെ മെഷീൻ ഡ്യൂപ്ലിക്കേറ്റ് മെഷീൻ വരുമ്പോൾ ടാങ്ക് ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല, ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഡിസ്പ്ലേയിലേക്ക് നേരെ ഒന്ന് നോക്കിക്കേ, സ്റ്റാൻഡ് നോക്കിക്കേ, നല്ല സ്ട്രോങ് സ്റ്റാൻഡ് ആൻഡ് ടേബിളാണ് വരുന്നത്. ഇതുപോലെ തന്നെ ചെരിഞ്ഞിരിക്കും സ്റ്റാൻഡ്, അതായത് സ്റ്റാൻഡിൻ്റെ ഇടതും വലതുമുള്ള കാല് ചെരിഞ്ഞായിരിക്കും ഉണ്ടാവുക. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബോബിൻ വൈൻഡർ അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
മോട്ടറും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ ജുക്കി മെഷീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് ഏകദേശം കണ്ട ജുക്കി എന്ന് തോന്നിക്കുകയും ചെയ്യും. എന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് മെഷീൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജുക്കി മെഷീൻ പോലെ തന്നെ തോന്നുന്നില്ല. അതായത് ബെൽറ്റ് ഡ്രൈവാണ്, പവർ സേവിങ് മോട്ടറാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, അതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്, ടേബിൾ നീളം കൂടുതലാണ്, ടേബിളിൻ്റെ കളറിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്ന വളരെ 100% ആൾക്കാരിൽ ഒരു 2% ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്